അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. നമുക്ക് അതിലേക്കൊന്ന് കയറേണ്ടതുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇളവ് അനുവദിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം തേടിയിരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ കെജ്രിവാളിന് വലിയ ആശ്വാസം ഇടക്കാല ജാമ്യം നൽകുന്നത്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, കെജ്രിവാളിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പുറത്തേക്ക് വരാൻ ആകുന്നു. ഒപ്പം എന്തെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട നിബന്ധനകൾ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടോ? എന്താണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ? പ്രജീഷ്, നിലവിൽ ജസ്റ്റിസ് ഖന്ന ഒരൊറ്റ വാക്കിലാണ് ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. ജൂൺ 1 വരെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു എന്നുള്ള കാര്യം. അതിന് മറുവാദമായിട്ട് ജൂൺ 4 റിസൾട്ട് പുറത്തു വരിക എന്നുള്ള കാര്യത്തെല്ലാം ആം ആദ്മി പാർട്ടിയുടെ ഭാഗം, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ജൂൺ 1 മുൻപ്, അല്ലെങ്കിൽ ജൂൺ 1 48 മണിക്കൂർ മുൻപ് തന്നെ പരസ്യ പ്രചാരണം അവസാനിക്കും. അതുകൊണ്ട് ജൂൺ 1 തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ മാത്രമായിരിക്കും ഈ ഇടക്കാല ജാമ്യം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു കോടതി. അതെ, ഇന്ത്യ സഖ്യത്തിനും ആം ആദ്മി പാർട്ടിക്കും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനും വലിയ രീതിയിലൊരു ആശ്വാസം ആകുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ. ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത് ഹരിയാനയിലും ഡൽഹിയിലും അതുപോലെ തന്നെ പഞ്ചാബിലും വലിയ രീതിയിലുള്ളൊരു ആശ്വാസം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും നൽകുന്നത്. പ്രത്യേകിച്ചും ഡൽഹിയിലും ഹരിയാനയിലും ഈ വരുന്ന 25-ാം തീയതി, മെയ് 25-ാം തീയതിയാണ് ഇലക്ഷൻ. അതുപോലെ തന്നെ പഞ്ചാബിൽ ജൂൺ 1 ഈ 3 സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഡൽഹി ആയാലും ഹരിയാന ആയാലും പഞ്ചാബ് ആയാലും വളരെയധികം പ്രാധാന്യമുള്ളതാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെയും അരവിന്ദ് കെജ്രിവാളിനെയും എല്ലാം തന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന് അവിടെ പ്രചാരണം നടത്താൻ വേണ്ടി ഇറങ്ങാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ നിലവിലുള്ള പ്രചാരണത്തെ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചാരണ രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മേൽക്കൈ എന്ന രീതിയിലേക്കാണ് കാര്യം പോകുന്നത്. നേരത്തെ ED ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ്, ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഒരു വ്യക്തിയുടെ മൗലികമായിട്ടുള്ളൊരു അവകാശമല്ല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുക എന്നത്. അത് വലിയ രീതിയിൽ തെറ്റായ ഒരു വ്യാഖ്യാനം നൽകും. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഒരു ആനുകൂല്യം ഏർപ്പെടുത്തിക്കൊണ്ട് ആർക്കും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ വേണ്ടിയോ എന്ന് പറഞ്ഞിട്ട് ഇടക്കാല ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കാം, ഇടക്കാല ജാമ്യം നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ്. പക്ഷേ ഒരു അസാധാരണമായിട്ടുള്ളൊരു കാര്യം, ഒരു അസാധാരണ സംഭവമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റിസ് ഖന്ന നേരത്തെ തന്നെ EDയെ അറിയിച്ചിരുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് നിൽക്കുന്നു, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഉള്ള ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് പോലും പരിഗണിക്കുന്നത് എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയത്. ഇടക്കാല ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള സംഭവങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയതുമാണ്. എന്തായാലും ഒരൊറ്റ വാക്കിൽ അദ്ദേഹം ഉത്തരവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജൂൺ 1 തീയതി വരെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിന് ഇറങ്ങുക എന്നത്. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ എന്തൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ടാകാം. കാരണം ED ഈ കേസുമായി ബന്ധപ്പെട്ട്, മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ, സൂത്രധാരൻ, പ്രധാനപ്പെട്ട ഇടപാടുകാരൻ എന്ന നിലയിലൊക്കെയാണ് കോടതികളിലൊക്കെ തന്നെ ജാമ്യ ഹർജി നേരത്തെ കോടതികളൊക്കെ പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ പറഞ്ഞത്. അപ്പോൾ സുപ്രീം കോടതി ഒരു ഇടക്കാല ജാമ്യം ഇത്തരം ഈ ഒരു കേസിൽ, കാരണം സമാനമായി ഈ കേസിൽ ഉള്ള മറ്റ് ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു, ആപ്പിൻ്റെ നേതാക്കളൊക്കെയുണ്ട് മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഇവിടെ കോടതി എത്രത്തോളം ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കണ്ടിരിക്കാം അർജുൻ? തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഗൗരവം തന്നെയാണ് പ്രതീക്ഷ ഈ കേസിൽ എടുത്തിരിക്കുന്നത് കോടതി. പ്രത്യേകിച്ചും കൃത്യമായിട്ടും ജൂൺ 2 തീയതി അദ്ദേഹം സറണ്ടർ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 21 ദിവസത്തെ സമയമാണുള്ളത്. അതിനിടയിൽ ഒന്നും തന്നെ ഈ മദ്യനയ അഴിമതി കേസുമായി പുറത്തെവിടെയും സംസാരിക്കരുത്, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടോ അന്വേഷണവുമായി ബന്ധപ്പെട്ടോ ഒരു കാര്യവും എവിടെയും പറയരുത് എന്നുള്ള കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ കേസിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഈ ഇടക്കാല ജാമ്യം നൽകുന്നത്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചാരണം എന്നുള്ളതിൽ കോടതിക്ക് കുറച്ചുകൂടി അതിൽ ഒരു മുൻകൈ എടുത്തുകൊണ്ടാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു, അതായത് പുറത്തു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടക്കാല ജാമ്യം നൽകുകയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള കർത്തവ്യങ്ങൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല, ഒരു ഫയലിൽ പോലും ഒപ്പിടാൻ പാടില്ല. അതായത്
മുഖ്യമന്ത്രിയായി തുടരാൻ പാടില്ല, ഈ ജാമ്യം ലഭിക്കുന്ന അല്ലെങ്കിൽ ജാമ്യത്തിൽ വിടുന്ന 21 ദിവസവും എന്നുള്ള കാര്യം വാക്കാൽ പറഞ്ഞു, അല്ലെങ്കിൽ പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകുന്ന കാര്യം പരിഗണിച്ചു. തീർച്ചയായിട്ടും കോടതിക്ക് മുന്നിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് ഇത്തരത്തിൽ ഇടക്കാല ജാമ്യം എന്നുള്ള കാര്യം പരിഗണിച്ചിട്ടുണ്ട്. അതായത് കേസുമായി ബന്ധപ്പെട്ട് വിവിധ തെളിവുകൾ, പ്രത്യേകിച്ചും അടുത്ത ദിവസങ്ങളിലടക്കം ED ചാർജ് ഷീറ്റ്, കുറ്റപത്രം ഫയൽ ചെയ്യാൻ പോവുകയാണ് കോടതിയിൽ. അതിൽ ആം ആദ്മി പാർട്ടിയെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ഒരു കുറ്റപത്രമായിരിക്കും ഫയൽ ചെയ്യുക എന്നുള്ള കാര്യം ED വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ കേസിന്റെ കിങ് പിൻ, അല്ലെങ്കിൽ മദ്യനയ അഴിമതി കേസിന്റെ കിങ് പിൻ